പെരസ. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ ഹോട്ടലിൽ വന്ന് ഇതാ ഫുഡ് കഴിക്കുന്നു. ട്രീറ്റ് ചേട്ടൻ്റെ വക. പാവം ചേട്ടൻ. അങ്ങനെ ഞങ്ങൾ ഇതാ ഫസ്റ്റ് സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് കുടിക്കുമ്പോൾ തന്നെ വയറിന്നറിയും അല്ലേ? എന്തറിയണു അഭിപ്രായം? നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സൂപ്പ്. ഇത് ചിക്കൻ ഹോട്ട് സൂപ്പ്, ക്ലിയർ സൂപ്പ്. അതാ ചിക്കൻ ക്ലിയർ സൂപ്പ്. ഇത് ക്രീം സൂപ്പ്. അതാ ലോലിപോപ്പ് ആൻഡ് ഡ്രാഗൺ. തൃശ്ശൂർ ജനകീയ വിഷയങ്ങളിലെ ശക്തമായ ഇടപെടലുകൾ അയ്യോ എന്റെ ഫോണാണെങ്കിൽ ഹലോ സെലിബ്രിറ്റീസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മളും സുഖസുന്ദരമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോ എന്താ പറയാ, നാട്ടിൽ പോയി വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഇൻട്രോ എടുത്ത ഒരു വീഡിയോ ആണ് ഇപ്പൊ ഈ ഒരു വീഡിയോ. അപ്പോ എന്താ പറയാ, നാട്ടിലൊക്കെ പോയിട്ട് നമ്മൾ അത്യാവശ്യം അടിച്ചു പൊളിച്ചോ ചോദിച്ചാൽ കുഴപ്പമില്ലാത്ത രീതിയിൽ പോയിട്ട് വന്നു കേട്ടോ. എല്ലാവരും ഹാപ്പി ആയിരുന്നു. ഞാൻ ഹാപ്പിയാണോ അതിലുപരി എന്റെ കൂടെയുള്ള രേണുവും കുട്ടികളെ ഹാപ്പി ആയിരുന്നു. അപ്പോൾ അതിൽ ഞാനും ഭയങ്കര ഹാപ്പി ആയിരുന്നു അവര്. അപ്പൊ ഞാനും അതിന്റെ ഡബിൾ ട്രിപ്പിൾ ഹാപ്പി ആയി. ഓക്കെ, അപ്പോ എന്താ പറയാ, പിന്നെന്താ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ മെല്ലെ പിന്നെ പറയാം. പിന്നെ ഇപ്പൊ ഒരു വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ലൈഫിലോട്ട് വന്നിട്ട്, അതായത് യൂട്യൂബ് എന്നൊരു പറഞ്ഞ ഒരു ഫാമിലിയിലോട്ട് വന്ന ശേഷം എനിക്ക് കിട്ടിയ ഒരു ഇതായിരുന്നു എന്റെ ചേച്ചിക്കുട്ടി. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ലൈഫിലോട്ട് ഇതിലോട്ട് വന്നിട്ടുള്ള, അതായത് ഇപ്പൊ നമ്മുടെ സ്വന്തം ചേട്ടൻ രേണു, സ്വന്തം ചേട്ടൻ, ഒരു സംശയമില്ല, അത് രേണു വന്നിട്ട് ചൂടെടുക്കുന്നുണ്ട് കേട്ടോ. സ്വന്തം ചേട്ടൻ. അപ്പൊ നമ്മുടെ തൃശ്ശൂര് ഞങ്ങൾ അവിടെ പോയി സ്റ്റേ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് വേറൊരു വ്യക്തിയുടെ വീട്ടിലോട്ട് പോയിട്ട്. പക്ഷെ ആ ഒരു സിറ്റുവേഷൻ ഒന്നും നമുക്ക് പറ്റിയില്ല. കാരണം അവിടെ ഭയങ്കര പനിയായിരുന്നു ചേച്ചിക്ക്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകല് ക്യാൻസൽ ആക്കി. എന്നാലും എന്റെ മനസ്സ് അവിടെ ഇരുന്നിങ്ങനെ പാലക്കാട്ടിൽ ഇരുന്നിങ്ങനെ വിങ്ങുന്നുണ്ടായിരുന്നു. ചേച്ചിയെ കാണാൻ പറ്റിയില്ല. ഓക്കെ, പക്ഷെ എനിക്ക് ചേട്ടനെ കാണണം എന്ന് എന്താ പറയാ, ഞാൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി തിരിച്ചു. അങ്ങനെ ഞങ്ങള് എന്താ പറയാ, പാലക്കാട് ബസ് കയറി ഞങ്ങൾ തൃശ്ശൂർ പോയി ചേട്ടനെ കാണാൻ. അതായത് നമ്മൾ പറയില്ലേ, ദൈവം നമുക്ക് അല്ലെങ്കിൽ നമ്മളുടെ സ്വന്തം എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളുടെ ഇതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ, നമ്മൾക്ക് എത്ര ദൂരത്തുണ്ടെങ്കിലും നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരാട്ടോ, അത് ദൈവം കൂടെ വിചാരിക്കണം. എന്നാലേ നമുക്ക് ആ ഒരു വ്യക്തിയെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോ അങ്ങനെ ദൈവത്തിനോടാണ് ഞാൻ നന്ദി പറയേണ്ടത്. അങ്ങനെ ഞങ്ങള് എന്താ പറയാ, ഞാൻ അത്ര പെട്ടെന്നൊന്നും ബസ്സിൽ കയറി യാത്ര ചെയ്യാൻ, നമുക്കറിയാം നമുക്ക് നാട്ടിൽ പിന്നെ കുഴപ്പമില്ല, ഒരുപാട് നാളായി ബസ്സിലൊക്കെ യാത്ര ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ബസ്സിൽ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് മടിയാണോ എന്താന്ന് അറിഞ്ഞാൽ അതെന്തോ ഒരു ഇത്, അതങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്നാലും പറയാം. എന്നിട്ട് ഞങ്ങള് എന്താ പറയാ, പെട്ടെന്ന് ഞാൻ കൽപ്പിക്കായിരുന്നു, ഞാൻ ചേട്ടനെ കാണാതെ ഇവിടുന്ന് തിരിച്ചു പോവില്ലെന്ന് കരുതി. ഞങ്ങൾ അങ്ങനെ പെട്ടെന്ന് ഞാൻ എടുത്ത തീരുമാനത്തിൽ ഞങ്ങള് എന്താ പറയാ പോയി ഞങ്ങളുടെ ചേട്ടനെ കണ്ടു. എന്താ പറയാ, പോകുമ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയ, ഞാൻ ഇപ്പോഴും ആ വീഡിയോ എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ എഡിറ്റ് ചെയ്യാൻ ഇരുന്നിട്ടില്ല, എഡിറ്റ് ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അത് എന്തൊക്കെ എടുത്തിട്ടുണ്ടെന്നല്ല, ബസ് അങ്ങോട്ട് പോകുമ്പോഴുള്ള യാത്രയിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മൊബൈൽ സ്റ്റോറേജ് ഫുള്ളായിരുന്നു, അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോ എന്താ പറയാ, ഉള്ള വീഡിയോസ് എല്ലാം കൂടെ കൂട്ടിക്കലർത്തി ഞാൻ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും. പിന്നെ ചേട്ടനും ചേച്ചിയും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവരുടെ ഫേസോ ഒന്നും എടുത്തിട്ടില്ല. കാരണം വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, വീഡിയോസിന്റെ മുന്നിൽ വരാൻ വേണ്ടിയിട്ട് എന്താ പറയാ, എന്താ പറയാ പതിനേഴു താല്പര്യമില്ല. അതായത് ക്യാമറയുടെ ബാക്കിൽ നിന്ന് സ്നേഹിക്കാനാണ് ഇഷ്ടം, ഫ്രണ്ടിലോട്ട് വന്ന് കാണിക്കാനുള്ള ഒരു ഇതില്ലാത്തത് കൊണ്ട് തന്നെ പബ്ലിസിറ്റി ഇഷ്ടമല്ല. അതുകൊണ്ട് ക്യാമറയുടെ ബാക്കിൽ തന്നെയാണ്. അപ്പൊ ചേട്ടനെ ചേച്ചിയൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. ഞങ്ങള് അങ്ങനെ ഞാനും രേണും കുഞ്ഞുങ്ങളെല്ലാവരും കൂടെ തൃശ്ശൂരിൽ നിന്ന് ബസ് കയറുന്നു. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ എത്തുന്നു. അവിടെ നിന്ന് ഒരു കോൾ ചെയ്യുന്നു, ചേട്ടൻ കാർ എടുത്ത് വരുന്നു. അങ്ങനെ ഞങ്ങൾ ചേച്ചിയും ചേട്ടനും ചേച്ചിയും കണ്ടു. എന്താ പറയാ, എനിക്ക് ഒരൊറ്റ വിഷമമുള്ളൂ, ഞങ്ങൾക്ക് ഒരുപാട് സംസാരിക്കാൻ പറ്റിയില്ല. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ കാറിൽ കയറി അങ്ങനെ നേരെ എക്സിബിഷൻ ഒരു റൗണ്ട് അടിച്ച് നേരെ എക്സിബിഷനിലോട്ട് പോകാൻ പറഞ്ഞു ചേട്ടൻ. എന്നാൽ പോയിട്ട് വരാന്നുണ്ട്. കുട്ടികളുള്ളതുകൊണ്ട് സഞ്ജു മീനുള്ളതുകൊണ്ട് തന്നെ എക്സിബിഷന് കയറി അവർക്ക് ബോറടിക്കണ്ട പറഞ്ഞിട്ട്. അന്നൊരു മഴ വരുന്ന ഒരു ദിവസം കൂടിയായിരുന്നു. ഞങ്ങൾ അതിൻ്റെ അകത്ത് കയറി പുറത്തിറങ്ങാൻ നോക്കി നല്ല മഴയും പെയ്തു. അപ്പോൾ അവിടെ കുറച്ച് നേരം കുടുങ്ങിപ്പോയി. അങ്ങനെ അപ്പോൾ എനിക്ക് ഒരു വിഷമമുള്ളൂ, ഞങ്ങൾക്ക് ഒരുപാട് സംസാരിക്കാൻ പറ്റിയില്ല. ചേച്ചിയായിട്ടും ഒരുപാട് സംസാരിക്കാൻ പറ്റില്ല, ചേട്ടനായിട്ടും ഒരുപാട് സംസാരിക്കാൻ പറ്റില്ല. അതിൻ്റെ വിഷമം നല്ലപോലെ ഉണ്ട്. പിന്നെ എന്താ പറയാ, ദൈവം എന്താ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
അറിയില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഞാൻ സ്നേഹത്തിന്റെ ഇതിൽ ഭയങ്കരമായിട്ട് വീഴ് പോകുന്ന ഒരാളാണ്. നമുക്ക് സ്നേഹം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം എന്ന് ദൈവത്തിന്റെ രൂപത്തിൽ ഓരോ മനുഷ്യന്മാർ വരുന്നത് പറയാന്ന് പറയാം. അതെ, ദൈവത്തിന്റെ രൂപത്തിൽ അത് ദൈവം പറഞ്ഞാൽ ശരിയാണ് കേട്ടോ. രൂപത്തിൽ വന്ന ദൈവത്തിന് തുല്യമായിട്ട് നമ്മൾ കാണുന്ന ചേട്ടനാണ് കേട്ടോ. അപ്പോ എന്താ പറയാ, ചേട്ടനെ കുറിച്ചിട്ട് പറഞ്ഞാൽ ഒരുപാട് എന്താ പറയാ, തള്ളി മറിക്കുന്നത് പറയും വേണമെങ്കിൽ ചേട്ടൻ. ഒരിക്കലും പബ്ലിസിറ്റി ആഗ്രഹിക്കുന്ന വ്യക്തികളെ അല്ല രണ്ടുപേരും. പക്ഷെ ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു നിധിയായിട്ട് ഇപ്പൊ ചേച്ചിയെ കാണുന്ന പോലെ തന്നെ അതേപോലെ ഒരു നിധിയായിട്ടാണ് ഞങ്ങൾ ചേട്ടനെ കാണുന്നത്. ദൈവം നമുക്ക് എന്താ പറയുക, ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മുടെ രക്തബന്ധം ആവണമെന്നില്ല, നമ്മളുടെ കൂടെ പിറക്കണമെന്നില്ല, ഒരേ ബ്ലഡ് ആവണമെന്നൊന്നുമില്ല. പക്ഷെ നമ്മളങ്ങനെ പറയുന്ന ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ചേച്ചി ഇതാക്കിയിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇപ്പൊ ചേട്ടനെയും ചേച്ചിയും, അതായത് ചേട്ടന്റെ വൈഫ് ചേച്ചിയും എല്ലാവരും കൂടെ കിട്ടിയപ്പോൾ ഞങ്ങൾക്കത് തോന്നി കേട്ടോ. ആരുമില്ലെന്ന് വിചാരിക്കുന്ന സമയത്ത് ആരൊക്കെയോ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ട് എന്ന് പറയല, ഉണ്ട്. അപ്പോ എന്താ പറയാ, നമ്മുടെ തെറ്റുകൾ കാണുമ്പോൾ നമ്മളെ തിരുത്തുകയും നമ്മളുടെ നല്ല വഴിക്ക് കാണിച്ചു തരുന്ന, അല്ലെങ്കിൽ ഇത് ചെയ്യുന്നത് തെറ്റാണ് മോളെ എന്ന് പറഞ്ഞു തരുന്ന ഒരാളെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇത്. അപ്പോൾ എനിക്ക് ചേട്ടനെ കുറിച്ച് പറയാൻ ആണെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട്. ഇപ്പൊ ലൈവിന്റെ സമയമായത് കൊണ്ട് ഞാൻ പെട്ടെന്ന് എടുക്കാന്ന് വിചാരിച്ചാണ്. അങ്ങനെ ഞങ്ങൾ എക്സിബിഷന് പോയി. എക്സിബിഷന് ചൂടെടുക്കുന്നുണ്ട്. എക്സിബിഷന് റൗണ്ട് വേഗം അടിച്ച് ഞങ്ങൾ വേഗം ഓടി അടിച്ചിട്ട് അവിടെ നിന്ന് ഒന്നും വാങ്ങില്ല. ഇപ്പോഴാണ് ഓർമ്മ, നാഗപ്പട വാങ്ങിയത് ഒരു സിയാ സീഡ്സിന്റെ റോസ്റ്റഡ് സിയാ സീഡ്സ് വാങ്ങിച്ചു. അതിപ്പോ അവിടെ കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ, വേറെ ഒന്നും വാങ്ങിയില്ല കേട്ടോ. അങ്ങനെ റൗണ്ട് അടിച്ച് വെളിയിൽ വരുമ്പോഴേക്കും ചേട്ടൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്താ പറയാ, ഇച്ചിരി നേരം സംസാരിച്ചു, നടന്നുകൊണ്ട് തന്നെ സംസാരിച്ചു. എന്നെക്കാട്ടിലും എനിക്ക് എന്താണെന്നറിയില്ല, ചേട്ടനെ കണ്ടപ്പോൾ പെട്ടെന്ന് എന്താ പറയാ, ഒരു മര്യാദ, അതായത് ബഹുമാനം, അല്ലെങ്കിൽ എന്താണ് അറിഞ്ഞൂടാ. ഞാൻ അങ്ങനെ ഇതേപോലെ തന്നെ സംസാരിക്കുന്ന ഒരാളാണ് എവിടെ പോയാലും. പക്ഷെ എനിക്ക് ചേട്ടനെ കണ്ടപ്പോൾ ഞാൻ കുറച്ച് ഷോക്കായി പോയി. രേണു പക്ഷെ രേണു നന്നായിട്ട് സംസാരിച്ചിട്ടോ, അത് ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു. എന്തോ അറിഞ്ഞൂടാ, എന്തോ ഒരു സന്തോഷം കൊണ്ടുണ്ടായ ഒരു ഇതാണെന്നൊന്നും അറിഞ്ഞൂടാ, ആകാംക്ഷയാണോ ഒന്നും അറിയില്ല. അങ്ങനെ കേട്ടോ, എന്താ പറയാ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ നിധി തന്നെയാണ് ചേട്ടൻ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ എക്സിബിഷൻ കഴിഞ്ഞ് സംസാരിച്ച് ഇറങ്ങുമ്പോഴേക്കും ചേട്ടൻ പറഞ്ഞു, ഇനി അടുത്തത് നിങ്ങൾക്ക് ഞാനൊരു ഗിഫ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരാളുടെ ബർത്ത്ഡേ കഴിഞ്ഞു, രണ്ടാളുടെ ബർത്ത്ഡേ കഴിഞ്ഞു, പിന്നെ സഞ്ജുവിന്റെ ബർത്ത്ഡേ വരാൻ പോണു, പിന്നെ അവൻ 10th ഇതായതിനുള്ള ഇത്, അങ്ങനെ എന്റെയും ബർത്ത്ഡേ വരാൻ പോണു. അങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ഇതാക്കിയിട്ടുണ്ട്, ഡ്രസ്സാണ്. അപ്പൊ എവിടെ ചൂസ് ചെയ്യാന്നൊക്കെ ചോദിച്ചു. അങ്ങനെ നമ്മളുടെ ചൂസിങ് ആണ് ചേട്ടൻ തന്നത്. അങ്ങനെ ഞങ്ങൾ അപ്പോൾ പറഞ്ഞു, പിന്നെ ഞാൻ പറഞ്ഞു ജയലക്ഷ്മി ചൂസ് ചെയ്തു. അതായത് വെബ് സൈഡ്, സ്റ്റുഡിയോ അങ്ങനെയൊക്കെ ചൂസ് ചെയ്തു. ഞാൻ പറഞ്ഞു ജയലക്ഷ്മി മതി ചേട്ടാന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ ഫാമിലി ആയിട്ട് പോയാലും അങ്ങനെ അവിടെ നിൽക്കുന്ന ആളല്ല, ഡ്രോപ്പ് ചെയ്തു നേരെ പോകുന്നു. ഓക്കെ, അറിയാലോ പെൺകുട്ടികളുടെ കൂടെ വന്നുള്ള കാര്യം. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചേട്ടൻ ഞങ്ങളൊക്കെ കാറിൽ കയറ്റിയിട്ട് നേരെ ജയലക്ഷ്മിയുടെ അവിടെ പോയി. ജയലക്ഷ്മിയുടെ അവിടെ പോയി ഇറക്കിയിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴേക്കും ഞാൻ അവിടെ എത്തുമെന്ന് പറഞ്ഞ് ഡ്രോപ്പ് ചെയ്തിട്ട് ചേട്ടൻ അതൊക്കെ കട ഷോപ്പ് അടയ്ക്കാൻ പോകുന്ന സമയത്താണ് കേട്ടോ. എക്സിബിഷൻ്റെ ഉള്ളിൽ നിന്ന് വെളിയിൽ ഇറക്കിയിട്ട് അങ്ങനെ ഇതായി പോയി. അങ്ങനെ അപ്പോൾ അങ്ങനെ പോയിട്ട് പെട്ടെന്ന് ഒരു ഓട്ടത്തിൽ ഞങ്ങൾ എന്താ പറയുക, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഞങ്ങൾ സെലക്ട് ചെയ്തു. ഞാനും രേണുവും മീനും ജയലക്ഷ്മിന്ന് ചൂസ് ചെയ്തു. പക്ഷെ സഞ്ജുവിനൊന്നും ഇഷ്ടപ്പെട്ടില്ല. കാരണം എനിക്ക് തോന്നുന്നു അവൻ അങ്ങനെ ഒരു ഷോറൂമിലോട്ട് ഇതുവരെ പോയിട്ടില്ല. ജയലക്ഷ്മി, കല്യാൺ സിൽക്സ് അങ്ങനത്തെ ഇതിലോട്ടും പോകാതെ അധികം അവൻ പോയിരിക്കുന്നത് സ്റ്റുഡിയോ, പിന്നെ ഇവിടെ ഉള്ള വെബ് സൈഡ്, പിന്നെ എസ്റ്റിലോ, അതിലാണ് അവൻ അധികം എടുക്കാറ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു ഷോറൂം കണ്ടപ്പോൾ അവന് പെട്ടെന്ന് തന്നെ പറഞ്ഞു. പക്ഷെ നല്ല ഡ്രസ്സ് ഉണ്ടായിരുന്നു, അവന്റെ ഒരു ഇതിൽ അവന് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ എടുത്ത ശേഷം നേരെ ചേട്ടൻ പിന്നെ വീണ്ടും അവന് വേണ്ടിയിട്ട് സ്റ്റുഡിയോയിൽ പോയി. അങ്ങനെ സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി അവിടുന്ന് അവനെ ചൂസ് ചെയ്തു. അപ്പോഴേക്കും ഷോപ്പൊക്കെ അടച്ചു. ഞങ്ങൾ എടുക്കുമ്പോഴേക്കും ലാസ്റ്റ് ഷോപ്പൊക്കെ അടച്ചു പോന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ അടുത്ത ചേട്ടൻ ഞങ്ങൾക്കായിട്ട് ഇതാക്കിയിട്ടുള്ള കുറച്ച് ഗിഫ്റ്റ്, എനിക്ക് അതൊന്നും അവിടെ നിന്നൊന്നും വീഡിയോ ഒന്നും ജയലക്ഷ്മിക്ക് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പൊ ആ ഗിഫ്റ്റുകൾ കാണിച്ചു രേണുമ വരും. അതായത് ഫസ്റ്റ് ഞങ്ങളെ കണ്ടപ്പോ തന്നെ ഞങ്ങൾ കാറിൽ കേറിയപ്പോ തന്നെ അതെടുക്കാം, അവിടെ നിന്ന് തുടങ്ങാം നമുക്ക്. കാറിൽ കേറിയപ്പോ തന്നെ ഈ പെണ്ണിന്റെ കളിക്കാൻ ഇതെടുക്കൂ. അപ്പോ എന്താ പറയാ, ആദ്യം തന്നെ ഞങ്ങൾക്ക് കാറിൽ കേറിയപ്പോ തന്ന ഗിഫ്റ്റാണ് ഒരു ഫാമിലി പാക്ക്, ഡയറി മിൽക്ക് ഫാമിലി പാക്ക്. പിന്നെ എന്താണോ മീൻ പൊട്ടിച്ചിട്ടൊന്നുമില്ല. പിന്നെ എന്താ പറയാ, എനിക്ക്
ഇത് എൻ്റെ ഇരട്ട കണ്ടോ, അത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാലോ അത്രത്തോളം ഭദ്രമായി ഞാൻ സൂക്ഷിച്ചിരിക്കുന്നത്. അത് എന്റെ കണ്ടെത്തണം നിങ്ങൾക്കറിയാം, അത്രത്തോളം ഭംഗിയായിട്ട് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് എനിക്ക് തന്നതാണ് ഡയറി മിൽക്കിന്റെ ചേട്ടൻ ഗിഫ്റ്റ് കാറിൽ കയറിയതും. പിന്നെ ഇത് രേണുമയ്ക്ക് തന്നത്, പിന്നെ സഞ്ജു കഴിച്ചു. ഇത് മീനുമയ്ക്ക് തന്നത് ഫാമിലി പാക്ക്. അങ്ങനെ പിന്നെ ഈ ചോക്ലേറ്റ്, ഇത് കൊക്കോയുടെ ചോക്ലേറ്റ് ആണ്. ഇത് എക്സിബിഷനിൽ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ അവിടെ കൊക്കോയുടെ ഉണ്ടായിരുന്നു. അങ്ങനെ ചേട്ടൻ വന്നിട്ട് എന്താ പറയാ, നല്ല ചോക്ലേറ്റ് ആണ് വാങ്ങിക്കോളാൻ പറഞ്ഞിട്ട് അങ്ങനെ ചേട്ടൻ വാങ്ങിച്ചത് ചോക്ലേറ്റ് കേട്ടോ. എന്താ അറിയോ, ഇത് കുറെ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു, എല്ലാം ഇവർ വന്ന് കാലിയാക്കി കഴിച്ചു. ഞങ്ങൾ നാട്ടിൽ തന്നെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഇങ്ങനെ കുറേ ചോക്ലേറ്റ് വേറെ വെറൈറ്റീസ് കുറേ ഉണ്ടായിരുന്നു, എല്ലാം കാലിയായി പോയി. അങ്ങനെ കാണുന്നു വിചാരിക്കുന്നു കേട്ടോ. കാണുന്നു ഈ ചോക്ലേറ്റ് ഒക്കെ എക്സിബിഷനിൽ ചേട്ടൻ വാങ്ങിച്ചതാണ്. ഞങ്ങളോട് പോകുമ്പോൾ തന്നെ എന്താ പറയുക, എനിക്ക് പൈസ കയ്യിൽ തന്നിട്ട് പറഞ്ഞു എന്തെങ്കിലും വേണമെങ്കിൽ. ഞാൻ പൈസ വാങ്ങിച്ചില്ല. ഞാൻ പറഞ്ഞു വേണ്ട ചേട്ടാ പറഞ്ഞു, വലിയ വീമ്പിലൊക്കെ പോയതാണ്. പക്ഷേയോ തിരിച്ചു വന്നപ്പോൾ ചേട്ടന് എന്താ പറയാ വേണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ പോയി. പിന്നെ ചേട്ടൻ വന്നിട്ട് ചോക്ലേറ്റ് വാങ്ങിച്ചു തന്നു. അത് കഴിഞ്ഞ ശേഷമാണ് പിന്നെ ജയലക്ഷ്മി എന്താ വരും പിടിക്കൂ അങ്ങനെ കിട്ടിയ ചോക്ലേറ്റ്. എൻ്റെ ചോക്ലേറ്റ് ഞാൻ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് ഡ്രസ്സ് കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് എടുക്കൂ. ഞാൻ മെറ്റീരിയൽ കാണിച്ചു തരാം. വെച്ചാൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് വന്നിട്ട് എന്താ പറയാ, ഇത് മീനുകുട്ടിക്ക് ഒരു കോട്ട് സെറ്റ് പോലത്തെ കേട്ടോ ടോപ്സ്. ഇതൊക്കെ നിങ്ങൾ ഇട്ടിട്ട് കണ്ടിട്ടുണ്ടാവും. മീനു പിന്നെ ഇട്ട ശേഷം മീനും അഴിച്ചിട്ടില്ല, അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് മീനുവിന്. ഇതിന്റെ കോട്ട് സെറ്റ് പോലത്തെ ഡ്രസ്സ് കണ്ടോ, ഇതിന്റെ പാന്റ് അത് ഞാൻ ഇതാക്കില്ല. ഇങ്ങനെ ഈ സെറ്റ് നിങ്ങൾ കണ്ടതാണോ അല്ലേ? അപ്പൊ അത് അവൾ അഴിച്ചിട്ടില്ല കേട്ടോ ഡ്രസ്സ്, അവൾ വീഡിയോയിലുണ്ട്. പിന്നെ ഇത് അതേപോലെ തന്നെ ഇത് പിന്നെ തുറന്നിട്ടൊന്നുമില്ല. ഇതും അതേപോലത്തെ ഒരു കോട്ട് സെറ്റ് ഇതാ കാണുന്നുണ്ട്. ഞാൻ ഇതുപോലത്തെ നോക്കിയത്, പക്ഷെ എനിക്ക് കിട്ടിയില്ല. അവൾക്ക് കിട്ടി. ഞങ്ങൾ ഫസ്റ്റ് അത് മാത്രം എടുത്തിട്ട് ഈ മെറ്റീരിയൽസ് ഞങ്ങൾ എടുത്തിട്ട് താഴെ വന്നു. ബില്ലിടാൻ വരുന്ന സമയത്ത് അങ്കിളിനോട് ഇവിടെ എന്തോ സംസാരിക്കുന്നു. അതിനുശേഷം പിന്നെ ചേട്ടൻ കൊണ്ടുപോയിട്ട് സീക്രട്ട്. അതിനുശേഷം പിന്നെ പോയിട്ട് ചേട്ടൻ അവിടെ കൂടെ പോയിട്ട് എടുത്ത ഡ്രസ്സാണ് ഈ ഡ്രസ്സ്. ഞങ്ങൾ ഫസ്റ്റ് നോക്കി. പിന്നെ ഇവിടേക്ക് അതെന്തോ ഇതായിട്ട് ആ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു വന്നപ്പോൾ ആ ഡ്രസ്സ് എടുത്തിട്ട് വന്നു. അപ്പോൾ ഒരെണ്ണം മതിയെന്ന് ഞാൻ ചൂസ് ചെയ്തു. അപ്പം പിന്നെ വീണ്ടും താഴെ വന്നപ്പോൾ ചേട്ടനായിട്ട് അവിടെ സംസാരിച്ചിട്ട് വീണ്ടും കൊണ്ടുപോയി. പിന്നെ എന്താന്ന് പറഞ്ഞാൽ ഈ ഡ്രസ്സ് എടുത്തിട്ട് വന്നു കേട്ടോ. ആ ഡ്രസ്സാണ് ഈ ഡ്രസ്സ്, ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാനും രേണുവും സെയിം മെറ്റീരിയൽ, ചുരിദാറിൻ്റെ മെറ്റീരിയൽ എടുത്തു. നല്ല മെറ്റീരിയലാണ്, അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയുമാണ്. അതുകൊണ്ട് എന്താ പറയുക, ഈ ഡ്രസ്സ് മെറ്റീരിയൽ രണ്ടും സെയിം മെറ്റീരിയലാണ് കേട്ടോ. വേണ്ട ലൈവിന് സമയമാണ്. സെയിം മെറ്റീരിയൽസ് നല്ല. ഇത് ഞാൻ അടിച്ചിട്ട് ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും. അങ്ങനെ ഇതെടുത്തു. ഓക്കെ, പിന്നെ സ്റ്റുഡിയോയിൽ പോയിട്ട് ഇത് സഞ്ജു സെലക്ട് ചെയ്തു. നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല സെലക്ഷൻ. സഞ്ജുവിന് ഷർട്ട് സെലക്ട് ചെയ്തത് രേണുണ്ട്, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല കളറ്. പിന്നെ ഇത് സഞ്ജുവിന് ഇത് എന്ത് പാൻറ്റാണ്, ബാഗി പാൻറ്, അതും എടുത്തു. കണ്ടോ, നന്നായിട്ടുണ്ട്, നല്ല സെലക്ഷൻ. ഇത് സഞ്ജു ബർത്ത്ഡേക്ക് ഇടുന്നതായിരിക്കും. അവിടെ തന്നെ പോയിട്ട് വീണ്ടും ഇവിടെ ചുറ്റി മീൻ നോക്കി. അവിടുന്ന് മീൻ ഇതാ വീണ്ടും ഒരു ബാഗി പാൻറ് എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു, പക്ഷെ എടുത്തപ്പോൾ അങ്കിളും എടുത്തോളാൻ പറഞ്ഞിട്ട് അങ്കിളും അവളും കൂടെ പോയിട്ടാണ് വീണ്ടും അത് ചൂസ് ചെയ്തിട്ട് അങ്ങനെ ഇതൊക്കെ എടുത്തു. അപ്പോൾ എന്താ പറയുക, ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരാളുടെ ഇതിൽ വന്നിട്ട് ഒരാൾ നമുക്ക് ഗിഫ്റ്റ് തരികയോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മളെ കുറേ പുകഴ്ത്തുകയോ വേറെന്താണ് പറയുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും അല്ല. ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം അല്ലേ, അതാണ് നമ്മൾക്ക് വേണ്ടത്. ഏറ്റവും നമുക്ക് കിട്ടാത്തത് ഈ ലോകത്ത് തന്നെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ്. പക്ഷേ ഞങ്ങൾക്ക് എല്ലാം കൂടി കലർന്ന് കിട്ടിയിട്ടുണ്ട് ചേട്ടൻ്റെ അടുത്ത് നിന്ന് ആത്മാർത്ഥമായ സ്നേഹം. എന്താ പറയുക, ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിരുന്നു കേട്ടോ. എനിക്ക് അവിടുന്ന് വരുമ്പോഴും എനിക്ക് ചേട്ടനെ കണ്ടപ്പോൾ സംസാരിക്കാൻ പറ്റാത്തത് ഞാൻ പറഞ്ഞില്ല, ഒരു ബഹുമാനം. എനിക്കെന്തോ പ്രത്യേകിച്ച് ഒരു ഭയങ്കര ഒരു റെസ്പെക്റ്റ് അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ എന്തൊക്കെയൊക്കെയോ ഒരു ഇതിൽ ഞാൻ പോയി. അതുകൊണ്ട് എനിക്ക് അധികം സംസാരിക്കാൻ പറ്റിയില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഇതാണ് സ്നേഹം എന്ന് പറയുന്നത്. അതായത് ആരിൽ നിന്നും ഒന്നും, നമ്മളിൽ നിന്ന് ഒന്നും. ഞാനാണ് പറയുകയാണെങ്കിൽ ചേട്ടന് ഒരു ചോക്ലേറ്റ് പോലും വാങ്ങിച്ചിട്ട് പോയില്ല. എനിക്കത് ഭയങ്കര വിഷമമുണ്ട്, ഒന്നും വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ നല്ല വിഷമമുണ്ടാവും. ചേട്ടൻ പറഞ്ഞു കുട്ടികൾക്ക് ഞാനല്ലേ വാങ്ങി തരണ്ടേന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഒരു ചേട്ടൻ, ആ ഒരു ചേട്ടൻ തന്നെയാണ് എന്നും എന്താ പറയുക, ആരുടെ കണ്ണും പെടാതെ ഈ ഒരു ബന്ധം എന്നും മുന്നോട്ട് പോട്ടെ എന്ന് ഞാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. എനിക്കിപ്പോൾ തന്നെ ഇത് പറയുമ്പോൾ ഇമോഷണൽ ആവുന്നുണ്ട്. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഭയങ്കര ഇതേപോലെ തന്നെയാണോ എനിക്ക് മിൻചേച്ചി കാണാൻ പോയപ്പോഴും ഉണ്ടായിരുന്നത്. എനിക്ക് എന്താ പറയുക, ഞങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയ
ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കരമായിട്ട് ചേച്ചിയെ കാണുമ്പോഴും എനിക്ക് ആ ഒരു ഇത് ഉണ്ടായിരുന്നു. അവിടെ പോയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടോ വീഡിയോയിൽ, ഒരു അന്യ വീടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതേപോലെ തന്നെയാണ് ചേട്ടനും, ഞങ്ങളുടെ സ്വന്തം ചേട്ടൻ. ഓക്കെ, അപ്പോൾ എന്താ പറയുക, എന്നോട് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോസ് എടുക്കരുത്, മൊബൈൽ സ്റ്റോറേജ് ഫുൾ എടുക്കരുത്. നമ്മുടെ കുഞ്ഞു മൊബൈലിൽ സഞ്ജു എന്തോ എടുത്തിട്ടുണ്ട് തോന്നുന്നു, അപ്പോൾ ക്ലിയറൻസ് കുറവുണ്ടാവും. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോഴേ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോസ് ഒന്നും എടുക്കരുത്. ഫോട്ടോ ഞങ്ങൾ എടുത്തിട്ടുണ്ട്, ഞാൻ എവിടെയും കാണിക്കത്തില്ല, അത് ഞങ്ങളുടേതായിട്ട് ഇരുന്നോട്ടല്ലോ വേണോ. ഫോട്ടോസ് ഞങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഞങ്ങൾ അവിടെ പോയി, പിന്നെ അവിടെ പോയിട്ട് പിന്നെ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കാൻ ഏതായിരുന്നു, ലൂസിയ പാലസ് അങ്ങോട്ട് കൊണ്ടുപോയി ഫുഡ് കഴിക്കാൻ. അവിടെ പോയി ഫുഡ് കഴിച്ച് അപ്പോഴാണ് കുറച്ച് നേരമെങ്കിലും അപ്പോഴും രേണുകൊണ്ട് സംസാരിച്ചത്, ഞാൻ സംസാരിച്ചില്ല അധികം. അങ്ങനെ അവിടെ പോയിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിക്കുമ്പോഴേക്കും ചേച്ചി വന്നിട്ടില്ല, ചേച്ചി ബിസി ആയിരുന്നു. അപ്പോൾ ചേച്ചി കുറേ കോൾ ചെയ്തു, പാവം സമയമായില്ലേ, ഈ പെൺകുട്ടികളെ ഒറ്റയ്ക്ക് പാലക്കാട് നമ്മൾ പോകണ്ടേ, അതൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിഷമമായിരുന്നു ചേച്ചിക്കും. അപ്പോൾ ചേട്ടനോട് കൊണ്ടുവിടാനൊക്കെ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു വേണ്ട, കാരണം പിറ്റേ ദിവസം ചേട്ടൻ ഗുരുവായൂർ പോകേണ്ടതാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വേണ്ട ചേട്ടാ, നമുക്ക് ശീലമുണ്ടല്ലോ, അപ്പോൾ ഞങ്ങളോട് പേടിക്കൊന്നും വേണ്ട, ഞങ്ങൾ പോയിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം സംസാരിച്ചിട്ട് ഞങ്ങൾ നേരെ KSRTC കൊണ്ടുവിട്ടു. പിന്നെ അവിടെ നിന്ന് ബാംഗ്ലൂരിൻ്റെ മറ്റേ ബസ് ഉണ്ടായിരുന്നു, എന്ത് ബസ്സാണത്, മറ്റേ AC ബസ് ഇല്ലേ ബാംഗ്ലൂർ പോകുന്നത്, സ്ലീപ്പർ ആയിട്ടുള്ളത്, അതിൽ ഞങ്ങൾ അവിടെ പോയി. ബസ് വന്നു ഞങ്ങൾ അതിൽ കയറ്റിയിരുന്നു. നമ്മുടെ നോർമൽ ചാർജിനെക്കാളും ഇത്തിരി ചാർജ് കൂടുതലാണെങ്കിലും സുഖമായിട്ട് സേഫായിട്ട് പെട്ടെന്ന് എത്തി കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് 12 മണിക്കാണ് ബസ്. 12 മണിയായില്ലേ? 12:30 മണിയാകുമ്പോ ഇവിടെ എത്തി. 1 മണിക്ക് 1 മണിയാകുമ്പോ മറ്റേ റൂമിലെത്തി. 1 മണിക്ക് നമ്മൾ റൂമിലേക്ക് എത്തി. നല്ലത്. അവിടെ കണ്ടക്ടറോട് ചേട്ടൻ പറഞ്ഞു ഇന്ന സ്ഥലത്ത് കൊണ്ടുപോകണേ, KSRTC തന്നെ ബസ് സ്റ്റാൻഡിൽ പോലെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു കെയറിങ്. അത് നമുക്ക് എല്ലാവരിലൊന്നും കിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ സമയത്താണ് ഇവിടെ വന്നത്. പക്ഷെ വരുമ്പോഴും ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഉറങ്ങിയൊന്നുമില്ല, പക്ഷെ എന്തോ ഒരു വിഷമവും സന്തോഷം കലർന്ന വിഷമമാണോ എന്താണെന്ന് അറിയില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് നമ്മൾ റൂം എത്തിയത്. പിന്നെ ചേട്ടൻ്റെ സംസാരം തന്നെ ആയിരുന്നു കേട്ടോ. സഞ്ജു അത് പറയുകയും ചെയ്തു, ഇനിയിപ്പോൾ അമ്മയായാലും നിർത്തൂല, ഇത് തന്നെ ആയിരിക്കും തുടർന്ന് പോവാ. എല്ലാവർക്കും ഭയങ്കര സന്തോഷം. സഞ്ജു, എനിക്ക് തോന്നുന്നു സഞ്ജുന്ന് അങ്ങനെ ആരോട് ഇതുവരെ ഞാൻ സംസാരിക്കുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ എൻ്റെ ആയിട്ട് 1-2 ഫ്രണ്ട്സുമാർ ഇവിടെ ഉണ്ടെങ്കിലും നമ്മൾ എന്തെങ്കിലും പാർട്ടിക്കോ എന്തെങ്കിലും ബർത്ത്ഡേക്കൊക്കെ പോകുന്നുണ്ടെങ്കിലും അങ്ങനെ സംസാരിക്കണം. പക്ഷേ ചേട്ടനായിട്ട് എന്താ പറയുക, സഞ്ജു നന്നായിട്ട് സംസാരിച്ചു. മീനു ഭയങ്കര ഇതായിരുന്നു, ഭയങ്കര ക്ലോസ് ആയിരുന്നു. അങ്ങനെ അപ്പോൾ പിന്നെ അതുപോലെ തന്നെ വരുന്ന സമയത്തും ഭയങ്കരമായിട്ട് അഡ്വൈസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, പഠിക്കുന്ന കാര്യങ്ങളിലും എല്ലാം. അപ്പോൾ അങ്ങനെ, അതായത് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി തോന്നുന്നു, ഞാൻ പറഞ്ഞു വന്ന വ്യക്തി ഇടയിൽ പേര് വിട്ടിട്ടുണ്ടായിരുന്നു. അത് വിനിച്ചേട്ടൻ, നമ്മുടെ ലൈവിൽ വരുന്നത് നമ്മുടെ വിനിച്ചേട്ടൻ കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയ എന്താ പറയുക നിധിയാണ്. അവളോട് ആക്ഷൻ കാണിക്കണം ചേട്ടാ, നിധിയാണ് വിനിച്ചേട്ടൻ. അപ്പോൾ ഈ ഒരു ബന്ധം എന്നും മുന്നോട്ട് പോട്ടെ എന്ന് ഞാൻ വീണ്ടും ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം. ഈ വീഡിയോ ഭയങ്കര ലെങ്ത് ആയിട്ടുണ്ട് ഇപ്പം തന്നെ. ഇനി അതുകൂടെ ഇതാക്കുമ്പോൾ ഭയങ്കര, ഞാൻ ഇപ്പോൾ അവിടെ പോയിട്ടുള്ള ചെറിയ ക്ലിപ്സ് ഒക്കെ ഉണ്ട്, അത് ഇതിൻ്റെ കൂടെ ഞാൻ ജോയിൻ ചെയ്യണമായിരിക്കും. ഓക്കെ, അത് ആ വീഡിയോസ് ഒക്കെ പോയി കണ്ടിട്ട് വരാം. ഓക്കെ, ഇല്ല വേണ്ട, ഇത് കഴിക്കാൻ ഇത്ര ഉണ്ടല്ലോ. വിജയലക്ഷ്മിയുടെ ചിക്കൻ ബർത്തി സഞ്ജു കഴിച്ച ടേസ്റ്റ് നോക്കി. വെള്ളം കുടിക്കണേ. സൂപ്പർ. അത്രയായിരുന്നു. ഞങ്ങൾ വിജയലക്ഷ്മിയിൽ വന്ന് ഫുഡ് കഴിച്ചു. ഇനി നേരെ തൃശ്ശൂരിൽ നിന്ന് നാളെ നേരെ ചെന്നൈ. ഇതിൽ സൂമായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ അപ്പുറത്തേക്ക് മാറി. ഇത് മാത്രം ട്രൈ ചെയ്തില്ല കേട്ടോ. അപ്പോൾ ഇതും കൂടെ ട്രൈ ചെയ്തിട്ട് പോകാമെന്ന് ചോദിച്ചു. പക്ഷേ അടിപൊളി ഫുഡാണ്, സൂപ്പർ. നമ്മുടെ വീട്ടിലെ ഫുഡ് പോലത്തെ ഫുഡാണ് കേട്ടോ. ഞങ്ങളൊന്ന് 2 ദിവസം മുന്നേ ചായ പിന്നെ ഇലയുടെയൊക്കെ ഒന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. കൂടെയുള്ള ഒരുത്തിന് നോൺ വെജ് ആയതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോഴേ ഇപ്പം അവൻ മോൻ കഴിയും. പക്ഷെ അവൻ ചിക്കൻ പരത്തിൽ വാങ്ങിച്ചു കൊടുത്തു അല്ലേ. സൂം ചെയ്ത് എടുത്തിട്ടുണ്ട്. അവിടെ ഒരു ബോർഡുണ്ട്, ബോർഡ് കണ്ടിട്ടുണ്ട്, അത് കാണിക്കാം. അപ്പോൾ ഇതാണ് ഫുള്ള്. ശ്രീ വിജയലക്ഷ്മി
വില്ലാസ്. ഇതോ ഈ അപ്പൂപ്പൻ വന്ന് സംസാരിക്കണു, ആരോ വന്നു വീഡിയോ എടുത്തു എന്നൊക്കെ. ഓക്കേ, അങ്ങനെ വിജയലക്ഷ്മി കഴിച്ചു പോകുന്നു. ഇതാണ് തൃശ്ശൂർക്കൊപ്പം ജനകീയ വിഷയങ്ങളിലെ ശക്തമായ അങ്ങനെ ഞങ്ങൾ എക്സിബിഷൻ വന്നാണ് കേട്ടോ. തൃശ്ശൂർ തൃശ്ശൂർ എക്സിബിഷൻ. സുമി ചേച്ചി മിസ് യു. ജയ്പൂർ ബാഗ്സ്, മൊബൈൽ സ്റ്റോറേജ് എല്ലടി. മിഠായിസ് കണ്ടോ, മിഠായിസ്. നമ്മളിങ്ങനെ ഒരു മെറ്റീരിയൽ വാങ്ങിച്ചത് ഓർമ്മയുണ്ടല്ലോ നമുക്ക്? ഇതുപോലത്തെ ഒരു മെറ്റീരിയൽ നിനക്ക് വാങ്ങിച്ചു ഓർമ്മയില്ല? നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. ഇവിടെ വന്നിട്ട് ചെന്നൈയിൽ കിട്ടാത്ത CRCസിന്റെ കുട്ടി റോസ്റ്റഡ് ആക്കി എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ച് ലാസ്റ്റ് പറഞ്ഞാന്നറിയോ, ചേച്ചിനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി വാങ്ങിപ്പിക്കുന്നെന്ന്. എന്താ ചെയ്യേണ്ട കൊച്ചിനെ? പിന്നെ മയങ്ങി ഞാൻ ഇവിടുന്ന്. അയ്യോ എനിക്ക് വയ്യ. നല്ല രസമല്ലേ കാണാൻ ഫ്ലവേഴ്സ്. തൃശ്ശൂരേ ഹേ തൃശ്ശൂർ എക്സിബിഷൻ്റെ ലൂസിയ പെരസ. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ ഹോട്ടലിൽ വന്ന് ഇതാ ഫുഡ് കഴിക്കുന്നു. ട്രീറ്റ് ചേട്ടൻ്റെ വക. പാവം ചേട്ടൻ. അങ്ങനെ ഞങ്ങൾ ഇതാ ഫസ്റ്റ് സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് കുടിക്കുമ്പോൾ തന്നെ വയറിന്നറിയും.
അല്ലേ? എന്തറിയണു അഭിപ്രായം? നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സൂപ്പ്. കാണുന്നുണ്ടോ? ഇത് ചിക്കൻ ഹോട്ട് സൂപ്പ്, അമ്മയ്ക്ക് കൊടുക്കാം. ക്ലിയർ സൂപ്പ്. അതാ ചിക്കൻ ക്ലിയർ സൂപ്പ്. ഇത് ക്രീം സൂപ്പ്. അതാ ലോലിപോപ്പ് ആൻഡ് ഡ്രാഗൺ. അല്ല എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ പറയാമെന്ന് പറയാം. എൻ്റെ മറ്റേ മൊബൈൽ ഇതായതുകൊണ്ട് തായിപ്പോയി. ഇല്ല, ചേട്ടനെ കാണുന്നില്ല. കൂന്തൽ ഫ്രൈ, ചിക്കൻ 65. എങ്ങനെയുണ്ട് സഞ്ജയ്? സൂപ്പറാണ് എടുക്കാം. ഓക്കെ, ഇത്ര നേരം വീഡിയോ ഓൺ ചെയ്തിട്ടില്ല, സോറി. അങ്ങനെ ഫുഡ് കഴിക്കണതാ. എന്തറിയണോ? അപ്പം, ഫ്രൈഡ് റൈസ്, കൂന്തൽ, ചില്ലി ചിക്കൻ. ഈ ഫോൺ എനിക്ക് മനസ്സിലാവില്ല സഞ്ജയ്. പ്യുവർ സയൻസ്, അതായതാണ് ഞാൻ പറഞ്ഞത്. പ്യുവർ സയൻസ് പറഞ്ഞാൽ മാത്സ് ഇല്ലാത്ത സയൻസാണ്. മറ്റത് ബയോമാത്സ് കൊണ്ടൊരു കോമ്പിനേഷനും ഉണ്ട്. ബയോമാത്സ് എടുത്താലാണ് നമുക്ക് എഞ്ചിനീയറിങ്ങിനൊക്കെ പോകാൻ പറ്റും. ഞങ്ങൾ ഇടരുത്. ലൈറ്റിംഗ് കിട്ടുന്നു. അയ്യോ, എൻ്റെ ഫോണാണെങ്കിൽ എന്നിട്ട് അപ്പൊ കണ്ടല്ലോ നിങ്ങൾ വീഡിയോസ് ഒക്കെ. എനിക്ക് വലിയ ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ മൊബൈൽ ഒന്നുമില്ലയോ ഭയങ്കരമായി ക്ഷീണിച്ച്, എന്താ പറയുക, ഞാൻ ക്ഷീണിച്ചോ എന്തോ, എൻ്റെ മൊബൈൽ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് കഷ്ടപ്പെട്ട് അതിന് സ്റ്റോറേജ് ഫുള്ളായി, മൊബൈൽ മൊത്തത്തിൽ പോയി കിടക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് അധികം ക്ലിപ്പൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും ഞാൻ എടുത്ത വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതിരിക്കുക. എല്ലാവർക്കും ടാറ്റാ, ലവ് യു, സെലിബ്രിറ്റീസ്.